എൻ്റെ ട്രംപ് അണ്ണ, ഇന്ത്യൻസ് ആർ നോട്ട് സ്റ്റുപ്പിഡ്. 1.5 വർഷം കഴിഞ്ഞ് ഇന്നലെ ട്രംപ് അണ്ണനും മോദിജിയും മീറ്റ് ചെയ്തു. ട്രംപ് അണ്ണൻ മീഡിയാസിനോട് പറഞ്ഞത് ഇന്ത്യയുടെ കൂടെ ഇനി മുതൽ കട്ട സപ്പോർട്ടായിട്ട് അമേരിക്ക ഉണ്ടാവും. ഇന്ത്യക്കെതിരെ ആര് യുദ്ധം ചെയ്യാൻ വന്നാലും ഇന്ത്യയുടെ കൂടെ നിന്ന് ഞങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അഗ്രിമെന്റും സൈൻ ചെയ്യൂല, വാക്ക് തരും. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രംപ് അണ്ണൻ ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഹിസ് എ ബിസിനസ് മാൻ. ഏതൊരു ബിസിനസ്മാനും ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ആർക്കും ഒന്നും കൊടുക്കൂല, എന്തിനും ഒരു വാക്ക് വരെ. ട്രംപ് അണ്ണൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്? അത് എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇനി മുതൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന പറഞ്ഞ അമേരിക്ക കുറച്ച് വർഷങ്ങൾ മുമ്പ് എന്തൊക്കെയാണ് ഇന്ത്യക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ. 1970 ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു യുദ്ധം വന്നു. ആ സമയത്ത് പാകിസ്ഥാനിന് ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരവരുടെ ഫ്രണ്ടിനെ വിളിച്ചു, അമേരിക്കനെ. അമേരിക്ക ഇന്ത്യൻ കടൽ തീരങ്ങളിൽ ന്യൂക്ലിയർ പവേർഡ് ഷിപ്പുകളും വേൾഡിൽ തന്നെ ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയറും ഇന്ത്യയുടെ കടൽ തീരങ്ങളിൽ നിർത്തിവെച്ചു. അത് ആർക്ക് വേണ്ടി എന്ന് വെച്ചാൽ പാകിസ്ഥാന് വേണ്ടി, ഇന്ത്യനെ അടിക്കാൻ വേണ്ടി. പക്ഷെ പാകിസ്ഥാന് മാത്രമല്ല ഫ്രണ്ട്സ് ഉള്ളത്, നമുക്ക് ഇന്ത്യക്കും ഫ്രണ്ട്സ് ഉണ്ട്, റഷ്യ. അന്ന് റഷ്യയിലുണ്ടായിരുന്ന അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റുകളും ന്യൂക്ലിയർ അറ്റാച്ച് ആയിട്ടുള്ള സബ്മെറീൻ വരെ ഇന്ത്യക്ക് വേണ്ടി അവർ അയച്ചു തന്നു. നിങ്ങൾ ഇന്ത്യയെ അടിക്കുവാണെങ്കിൽ പാകിസ്ഥാനെ അടിക്കും, അമേരിക്കനെ അടിക്കുന്നു. നമ്മുടെ കൂടെ നിന്നത് റഷ്യയാണ്. 1900 കാലഘട്ടങ്ങളിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള കൺട്രീസ് ആണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് വെക്കാനും പാടില്ല, ഉണ്ടാക്കാനും പാടില്ല എന്ന് ഫസ്റ്റ് വന്നത് ഇതേ അമേരിക്ക. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, റഷ്യ ഉക്രൈൻ വാറിലെ ടാക്സ്. ഓക്കെ, ട്രംപ് അണ്ണൻ എന്താണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ചൈന. നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയും ചൈനയും കീരിയും പാമ്പാണ് പല വർഷങ്ങളായിട്ട്. നാളെ അമേരിക്ക ചൈന അടിക്കുകയാണെങ്കിൽ ചൈനയുടെ അടുത്ത് പവർഫുൾ ആയിട്ടുള്ള കൺട്രി ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. സോ ഇന്ത്യനെ ഒരു ബാക്കപ്പിനായിട്ടാണ് ഈ സോപ്പിടലൊക്കെ. ട്രംപ് അണ്ണൻ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് മീഡിയാസ്, ഇതിനു മുമ്പ് അമേരിക്ക നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു നോക്കുക.